ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈലാഞ്ചി കിച്ചൺ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന റെസിപ്പി ഗോതമ്പ് മാവ് തേങ്ങ ഒറോട്ടി. നമ്മൾ സാധാരണ അരിമാവ് കൊണ്ടാണ് ഒറോട്ടി ഉണ്ടാക്കാറുള്ളത്. ഇത് ഗോതമ്പ് മാവ് കൊണ്ടാണ്. അത്രയ്ക്ക് ടേസ്റ്റിയാണിത്. ചപ്പാത്തി കഴിച്ച് മടുത്തവർ ഇതൊന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇതേ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കത്തുള്ളൂ. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനു മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെൽ ബട്ടനും ക്ലിക്ക് ചെയ്ത് വെക്കണം. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് ഉടനെ വന്ന് കിട്ടത്തുള്ളൂ. ഇപ്പോൾ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഇതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് 300 ഗ്രാം ഗോതമ്പ് മാവ് ഇത് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ പകുതി തേങ്ങ, ഒരു തേങ്ങയുടെ പകുതി ഞാൻ തിരുമ്മി വെച്ചിട്ടുണ്ട്, ഇത് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ആവശ്യത്തിന് ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തിരുമ്മി യോജിപ്പിക്കണം. ഈ തേങ്ങയുടെയും സവാളയുടെയും ഒക്കെ ഈർപ്പം ആ മാവിൽ നല്ലപോലെ പിടിക്കണം. അതുകൊണ്ട് നല്ലപോലെ തിരുമ്മി യോജിപ്പിക്കുക. ഇതിപ്പോൾ നല്ലപോലെ തേങ്ങ എല്ലാം ചേർത്ത് മിക്സ് ആയിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് ചപ്പാത്തി മാവ് പോലെ കുഴച്ചെടുക്കണം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്. നമ്മുടെ ആവശ്യം നോക്കി കുറച്ച് ഒഴിക്കണം. ഒഴിച്ചിട്ട് നല്ല കട്ടിയായിട്ട് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പോലെ കുഴച്ചെടുക്കണം. ഇതുപോലെ ചപ്പാത്തി മാവിന് കുഴച്ചെടുക്കുന്ന പോലെ കുഴച്ചെടുക്കണം. നമ്മുടെ കയ്യിലൊക്കെ ഒട്ടിപ്പിടിക്കുന്നുണ്ട്. ഇത് പിടിക്കാതിരിക്കാനായിട്ട് 1 ടേബിൾ സ്പൂണിന് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കാം. ഈ ഓയിലും കൂടി ചേർത്ത് നല്ലപോലെ സോഫ്റ്റായിട്ട് നമ്മളിത് കുഴച്ചെടുക്കണം. ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് നമ്മളിപ്പോൾ ഇതൊരു അടപ്പ് വെച്ച് അടച്ച് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ അരമണിക്കൂർ ആയിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടി ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് നല്ലപോലെ കുഴച്ചെടുക്കണം. ഈ കുഴച്ച മാവിൽ നിന്ന് നമ്മൾ ചപ്പാത്തിക്ക് എടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടി മാവ് അധികമായിട്ട് എടുക്കണം. നല്ല ഒരു വലിയ ഉരുണ്ടയായിട്ട് നമ്മളിത് ഉരുട്ടിയെടുക്കണം. ഇത്രയും വലുപ്പത്തിൽ എടുക്കണം. ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് മാവ് വിതറി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ആ ഉരുട്ടി വെച്ചിരുന്ന ഗോതമ്പ് മാവിൻ്റെ ഉരുണ്ടയെടുത്ത് ഇതിൽ വെച്ച് ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കാം. ഒരുപാട് നൈസായിട്ട് പരത്തരുത്. ഇത്രയും തിക്നെസ് വേണം. ഇത്രയും തിക്നെസ് ആയിട്ട് പരത്തണം. ഇതിപ്പോൾ നമുക്ക് കറക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒരു പാത്രം എടുത്ത് അതിലേക്ക് വെച്ച് ഒന്ന് അമർത്തി കൊടുക്കുക. ആ ചുറ്റുമുള്ള മാവെല്ലാം എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പ് കിട്ടും. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് റൗണ്ട് ഷേപ്പ് എടുക്കാം. ഇതേ മെത്തേഡിൽ നമ്മൾ ബാക്കിയുള്ള മാവെല്ലാം പരത്തി നമ്മൾ ഒറോട്ടിക്കുള്ള മാവെല്ലാം പരത്തി എടുത്ത് വെക്കാം. ഒരു ഫ്രൈയിങ് പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് നമ്മുടെ ഒറോട്ടി ഇട്ട് കൊടുക്കാം. അടുപ്പ് സിമ്മിൽ വെക്കണം. ഒരുപാട് കൂട്ടി വെക്കരുത്. 1 മിനിറ്റ് കഴിയുമ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്ത് നല്ലപോലെ ഈ ചട്ടുകം വെച്ച് അമർത്തി വിട്ട് വേവിച്ചെടുക്കണം. ഇത് ചപ്പാത്തിയേക്കാളും കുറച്ച് തിക്കായിട്ടിരിക്കുന്നത് കൊണ്ട് നല്ലപോലെ ഇങ്ങനെ അമർത്തി കൊടുക്കണം. എങ്കിലേ 2 സൈഡും ഒരുപോലെ വെന്ത് കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മുടെ ഒറോട്ടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 വശവും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾ വീട്ടിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ ഇഷ്ടമാകും. ഇത് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് കമൻറ്റിൽ അറിയിക്കണം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.